നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഗുരുതരമായ ഒരു സംഭവം. റോഡിലെ നിരത്തിലെ തിരക്ക് മൂലം 2 പാവപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായ ഒരു വിവരമാണ് ലഭിക്കുന്നത്. റോഡ് അപകടങ്ങൾ നിരന്തര വാർത്തയായി മാറുമ്പോൾ ഇതിനിടയിൽ തന്നെ നിരത്തിൽ വെച്ച് മറ്റു കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഗതാഗത കുരുക്ക് മൂലം ജീവൻ വെടിയുന്ന വാർത്തയാണ് മലപ്പുറത്ത് നിന്നും ലഭിക്കുന്നത്. കോഴിക്കോട് ദേശീയ പാതയിൽ ആംബുലൻസുകൾ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടാണ് 2 രോഗികൾ മരണപ്പെട്ടിരിക്കുന്നത്. എടരിക്കോട് കളങ്കത്തിൽ വീട്ടിൽ സുലൈഖ എന്ന 54-കാരിയും വള്ളിക്കുന്ന് അരിയല്ലൂർ കൊട്ടാശ്ശേരി സ്വദേശി ഷജിൽ കുമാർ എന്ന 49-കാരനുമാണ് മരണപ്പെട്ടത്. കാക്കഞ്ചേരി ഭാഗത്താണ് ഈ ആംബുലൻസുകൾ കുടുങ്ങിക്കിടന്നത്. അതേ തുടർന്ന് രോഗികൾക്ക് കൃത്യസമയത്ത് നൽകേണ്ട ചികിത്സ നൽകാൻ കഴിഞ്ഞില്ല. കോട്ടക്കൽ മിംസിൽ നിന്നും സുലൈഖയുമായി വൈകുന്നേരം 5:30-ക്കായിരുന്നു കോഴിക്കോട് ഇഖ്റ ആശുപത്രിയിലേക്ക് തെഹൽക്ക ICU ആംബുലൻസും ചേളാരി DMS ആശുപത്രിയിൽ നിന്നും ഷജിൽ കുമാറുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന സാപ്കോ ആംബുലൻസും ഗതാഗത കുരുക്കിലാകപ്പെട്ടത്. കാക്കഞ്ചേരിയിലെ ദേശീയപാത നിർമ്മാണം തന്നെയായിരുന്നു ഇതിന് കാരണമെന്നും പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഗതാഗത നിയന്ത്രണം വലിയ തിരിച്ചടിയായി മാറി ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമായി. അതിദാരുണ സംഭവമുണ്ടായത് ശനിയാഴ്ചയാണ്. സുലേഖയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഷജിൽ കുമാറിനെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടിയന്തരമായി കൊണ്ടുപോകുന്നു. രോഗിയുമായി അരമണിക്കൂർ റോഡിൽ കിടക്കേണ്ടി വന്നുവെന്ന് സുലേഖയെ തന്നെ കൊണ്ടുപോയ ആംബുലൻസിന്റെ ഡ്രൈവർ അൽത്താഫ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടക്കൽ നിന്നും ഇഖ്റ ആശുപത്രിയിലേക്ക് സാധാരണഗതിയിൽ ഒരു 45 മിനിറ്റ് മാത്രമാണ് വേണ്ടിവരുന്നത്. പക്ഷേ ആംബുലൻസ് 45 മിനിറ്റ് നേരം തന്നെ റോഡിൽ കിടക്കേണ്ട, അനങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായി എന്നാണ് തെഹൽക്ക ആംബുലൻസ് ഡ്രൈവർ അൽത്താഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സുലേഖ വാഹനത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികൃതരെ ഉടൻ തന്നെ ഈ വിവരം അറിയിച്ചിരുന്നു. 4 വരിയിലായി കുടുങ്ങിക്കിടക്കുന്ന വാഹനത്തിനടുത്തു നിന്നും ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. മറ്റ് വാഹനങ്ങളിലെത്തിയ യാത്രക്കാർ ഇറങ്ങി വന്ന് പല രീതിയിൽ ഈ ഗതാഗത കുരുക്കഴിക്കാനായി ശ്രമിച്ചുവെങ്കിലും ഒരു തരത്തിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിൽ നിന്നും എങ്ങനെയും ഡ്രൈവർ പുറത്തു കടക്കാനായി ശ്രമിച്ചത്. ഒരു ആംബുലൻസിന് പോലും പുറത്തു കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സാധാരണ ജനങ്ങൾ എത്ര മണിക്കൂർ നേരമാണ് ഈ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് ആലോചിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഷിജിൽ കുമാർ ഹൃദയസമ്മർദ്ദത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത ഒരു രോഗി കൂടിയായിരുന്നു. വൈകുന്നേരം 7:30-ക്ക് പുറപ്പെട്ടതാണ് ഈ 2ാമത്തെ ആംബുലൻസ്. സാധാരണ ചേളാരി മേഖലയിൽ നിന്നും 20 മിനിറ്റ് കൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കഴിയാറുള്ളത്. ഡ്രൈവറായിട്ടുള്ള സാദിക്ക് ഇക്കാര്യം പറയുകയാണ്. നിരന്തരം ഇതുപോലെ ഓട്ടം പോകുന്നതാണ്. പക്ഷേ കാക്കഞ്ചേരിയിലെ ഗതാഗത കുരുക്കിൽ അരമണിക്കൂർ നേരമാണ് അകപ്പെട്ടത്. എത്തേണ്ട സമയത്തിനേക്കാൾ കൂടുതൽ സമയം ഗതാഗത കുരുക്കിൽ കിടന്നു. രോഗിയുടെ ആരോഗ്യനിലയാകട്ടെ കൂടുതൽ മോശമായിക്കൊണ്ടേയിരുന്നു. മറ്റു ചില ആംബുലൻസുകളും തങ്ങൾക്കൊപ്പം തന്നെ ഗതാഗത കുരുക്കിൽ കിടക്കുന്നതായി ഇദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അടിയന്തരമായി ചികിത്സ ലഭിക്കേണ്ട രോഗികളായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുൾപ്പെടെ മരണപ്പെട്ടേനെ എന്നുള്ള ഏറ്റവും നടുക്കുന്ന, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.